G7 ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നാളെ ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാര കരാർ മുതൽ പശ്ചിമേഷ്യൻ യുദ്ധം വരെ ചർച്ചയാകും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായാണ് ഇരു നേതാക്കളും മുഖാമുഖം കാണുന്നത്. വിനോദ്, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എത്ര മണിക്കായിരിക്കും ഈ മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച? ട്രംപ് പല നേതാക്കളുമായിട്ടും ചർച്ച നടത്തുന്നുണ്ട്. കൂട്ടത്തിൽ മോദിയെ കാണുന്നു എന്നുള്ളതാണ് വൈറ്റ് ഹൗസിന്റെ സ്ഥിരീകരണം. അതൊന്ന്. രണ്ട്, ഏകദേശം ഒരു 16 മാസങ്ങളായി മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നിട്ട് ഈ വ്യാപാര കരാർ മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന ചർച്ചകളാണ്. ഒരു തീരുമാനമുണ്ടാകുമോ ഇത്തവണത്തെ കൂടിക്കാഴ്ചയിൽ? എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? ഇത്തരമൊരു യൂറോപ്യൻ സന്ദർശനത്തിനാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്. മാത്രമല്ല, ഹരി പറഞ്ഞതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. അതിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട ഒരു വശം, അത് നേരത്തെ തന്നെ താരിഫ് യുദ്ധം എന്ന നിലയ്ക്ക് അമേരിക്ക ഇന്ത്യക്ക് നേരെയും ചൈനയ്ക്ക് നേരെയും ഒക്കെ തന്നെ പ്രയോഗിച്ച ഒരു കാര്യമാണ്. ബ്രസീലിന് നേരെയും ഒക്കെ തന്നെ അങ്ങനെ 50% അതിനപ്പുറത്തേക്ക് പിന്നെ 100% എന്ന നിലയ്ക്കൊക്കെ താരിഫ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യരുതെന്ന ട്രംപിൻ്റെ തിട്ടൂരം, അതിനുശേഷം വെനസ്വേലൻ എണ്ണ വാങ്ങണമെന്ന ആവശ്യം, ഇറാനിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങരുതെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം, അങ്ങനെ നികുതി വർദ്ധിപ്പിക്കുകയും മറ്റു ഉപരോധങ്ങൾ എന്ന തരത്തിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. ആ തരത്തിൽ പല രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കണമെന്ന ട്രംപിൻ്റെ കടുംപിടുത്തം, അതിന് ഇന്ത്യ വഴങ്ങിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും നികുതി എന്ന തരത്തിലുള്ള ഭീഷണി, ഇതെല്ലാം തന്നെ ഒരു വശത്തുണ്ടായപ്പോഴാണ് മറ്റ് വിപണികളെക്കുറിച്ച് ഇന്ത്യ ചർച്ച ചെയ്തത്. അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി തുറന്ന ഒരു കരാറിലേക്ക് പോകുന്ന നിലയിലേക്ക് വന്നത്. അതിൽ UK-യുമായൊക്കെ തന്നെ 0 തീരുവ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന നിലയുണ്ടായി. മറ്റ് രാജ്യങ്ങളുമായി, ചൈനയുമായും ഇന്ത്യ വലിയ തോതിൽ കരാർ ഒപ്പിടുന്ന സാഹചര്യങ്ങളുണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് വീണ്ടും താരിഫിൽ കുറവ് വരുത്തിക്കൊണ്ടുള്ള പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണ് ട്രംപ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അനുവദിക്കുകയും പിന്നീട് അതിൻ്റെ ദിവസം നീട്ടി നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇന്ത്യ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളത്, നമ്മുടെ വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്, അമേരിക്കയുടെ തടസ്സം ഉണ്ടായാലും അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു വാണിജ്യ കരാറിന് തടസ്സം നിന്നാലും റഷ്യയിൽ നിന്ന് ഇനിയും എണ്ണ വാങ്ങും. അതിന് അമേരിക്കയുടെ തടസ്സവാദങ്ങൾ ഉണ്ടെങ്കിലും ഈ എണ്ണ വാങ്ങൽ തുടരും എന്ന കാര്യം അസന്നിഗ്ധമായി ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഏറ്റവും ഒടുവിലായി കപ്പലിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതടക്കമുള്ള സംഭവങ്ങളുണ്ട്.